ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ല എല്ലാവർക്കും. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിച്ചത് എന്നുള്ളതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാമെന്നുള്ളത്. അപ്പം അങ്ങനെ വാങ്ങിയതും ഓൺലൈനായിട്ടുള്ള കുറച്ച് സാധനങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കാണിച്ചു തരുന്നത് സെനിക്കുട്ടനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു കോഡ് സെറ്റാണ് കേട്ടോ. 280 രൂപക്കാണ് കേട്ടോ ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. അപ്പം ഇത് മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. മമ്പുറത്ത് പോയ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു പച്ച ഡ്രസ്സ് ഇട്ടിട്ട് ആണ് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് ഒരു കോഡ് സെറ്റ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു റോസ് കളറിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ ഞാൻ വാങ്ങിച്ചത് ഇനി കേട്ടോ. ഇത് നല്ല അത്യാവശ്യം ക്വാളിറ്റിക്കല്ലേ, നല്ല അടിപൊളി ഇനി കേട്ടോ. ഇത് സംഭവം വാങ്ങിച്ചിട്ട് ഒരു മാസത്തിലേറെ ആയിട്ടോ. ഞാൻ ഈ ഓൺലൈൻ പർച്ചേസിങ്ങിൽ ഈ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചതൊക്കെ ഞാൻ കുറച്ച് മുമ്പ് വാങ്ങിച്ചത് ഇനിയെ. അപ്പം ഇതും വാങ്ങിച്ചിട്ട് കുറച്ച് ആയിട്ടുണ്ട് ഇനി കേട്ടോ. അതുപോലെ തന്നെ നീയക്കുട്ടി ഇട്ട പച്ച ഡ്രസ്സ് ഉണ്ടല്ലോ, അതും അതുപോലെ തന്നെ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചത് ഇനി കേട്ടോ. പക്ഷെ അത് 300 രൂപക്കാണ് വാങ്ങിച്ചിരുന്നത്. അത് വലിയൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം എന്താന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതുണ്ടല്ലോ, ശരിക്ക് എങ്ങനെയാ വെച്ചെങ്കിൽ അതിൻ്റെ ഉള്ളിലൊരു ബനിയനൊക്കെ ഇട്ടിട്ട് ദാ ഇതുപോലെയാണ് കേട്ടോ അത് സ്റ്റൈൽ ചെയ്യേണ്ടത്. പക്ഷേങ്കില് അത് ഈ ബനിയന് ഓളത്തില്ല ഇനി, പക്ഷെ വാങ്ങിയിട്ടിടാനുള്ള ഒരു ഇത് നോക്കില്ല ഇനി കേട്ടോ. അപ്പൊ ഞാൻ അവിടെ ജസ്റ്റ് പിന്നൊക്കെ കുത്തി കൊടുത്തിട്ടാണ് അന്ന് ഇട്ടിട്ടുണ്ടായിനി കേട്ടോ. പക്ഷെ പെണ്ണിനെ ഇട്ടപ്പോ നല്ല ചുരുക്കുണ്ടായിനി കാണാന്. പക്ഷെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിനി കേട്ടോ ആ ഒരു ഡ്രസ്സിന്. എന്താന്ന് വെച്ചാലേ ഇട്ടുകാണ്ട് ഇട്ട് ഇനിയിപ്പോ ഓളെ കയ്യിലിരിപ്പോണ്ടാണോ എന്നുള്ളത് അറിയില്ല. ഓളിങ്ങനെ ഒരു തുള്ളി തുളുമ്പി കൊണ്ടുള്ളൊരു ആ ഒരു പ്രായപ്പം അതല്ലേ, തുളുമ്പി നടക്കുന്ന പ്രായമല്ലേ. ഇനിയിപ്പോൾ ഓളെ എവിടെയെങ്കിലും കൊളുത്തിയിട്ടും വലിച്ചിട്ടും ആണോ എന്നറിയില്ല. അത് ജസ്റ്റ് ഒന്ന് ഇതായിട്ടുണ്ടായിനി കേട്ടോ. ഇട്ട് കഴിഞ്ഞ് വൈകുന്നേരത്ത് പെരിയിലെത്തിയപ്പോൾ ഇതുപോലെ ഇങ്ങനെ തൊപ്പ പൊന്തിയ പോലെ ആയിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു വലിയൊരു ഇതായിട്ട് തോന്നിയില്ല. ഇനി വേണമെന്നുള്ളവർക്ക് ലിങ്ക് ചോദിച്ചാൽ ഞാൻ തരാം. പക്ഷെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ വല്ലാണ്ട് ഇങ്ങോട്ട് എടുത്ത് കാണിക്കണമൊന്നുമില്ല. പക്ഷെ എന്നാലും എനിക്കെന്തോ ഒരു വലിയൊരു ക്വാളിറ്റി ആയിട്ട് തോന്നിയില്ല. പക്ഷെ 300 രൂപക്ക് സാധനം ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ആൾ ഇട്ടപ്പോൾ. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാലോ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഓൾക്ക് ഇട്ടപ്പോൾ. അതുപോലെ തന്നെ ഓക്ക് ഞാൻ 280 രൂപക്ക് വാങ്ങിച്ചിട്ടുണ്ടായിന് ഒരു ഓൺലൈൻ തന്നെ, ഫ്ലിപ്പിൽ നിന്ന് തന്നെ വാങ്ങിച്ച ഒരു ഉടുപ്പാണ് കേട്ടോ ഈ കാണിച്ചിരുന്നത്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇത് ഒരു 2-3 പ്രാവശ്യം ഇട്ടും ചെയ്തിരിക്കണം കേട്ടോ. ഇടലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് 280 രൂപക്ക് വാങ്ങിച്ച ഉടുപ്പായതുകൊണ്ട് ഇങ്ങനെ ഫ്രീ സൈസ് ആയിട്ട് ഇടുന്നതാണ് കേട്ടോ. ബലൂൺ സ്ലീവ് ഒക്കെയാണ് വരുന്നത്. അത് ഫുൾ കൈ ആയിട്ട് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഓള് ഇങ്ങനെ മുട്ടിന്റെ മുകൾക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് അങ്ങനെ ഇട്ടിക്കേനി കേട്ടോ. മുട്ടിന്റെ മുകൾക്ക് ഇതിനൊരു അലാസ്റ്റിക് ആണ്, അപ്പൊ അത് അങ്ങനെ മുട്ടിന്റെ മുകൾക്ക് ഇങ്ങോട്ട് വലിച്ചു വെച്ചിട്ട് അങ്ങോട്ട് താത്തി കൊടുക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിലാണ് കേട്ടോ ഇട്ടീന്. ഓൾക്ക് ഫുൾ കൈ ആക്കിയിട്ടപ്പോൾ ഒരു വലിയൊരു ഇഷ്ടം തോന്നിയില്ല എനിക്ക്. അപ്പൊ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്തിനത്. ഇതിങ്ങനെ ഷേപ്പ് ആക്കാതെ ഈ ഒരു രീതിയിൽ ഞാൻ സൈഡിൽ ഫോട്ടോ കാണിച്ചു തരാം. ആ ഒരു രീതിയിലാണ് കേട്ടോ ഇട്ടിട്ടുണ്ടെങ്കിൽ. ഇത് ഞാൻ ഓക്ക് ഷേപ്പ് തന്നെ ആക്കിയിട്ടില്ല കേട്ടോ. കഴുത്തിന്റെ അവിടെ മാത്രം ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇടുന്നതാണ് കേട്ടോ. കഴുത്തിന്റെ അവിടെ മാത്രം ഇങ്ങനെ ഒരു ഇറക്കം കൂടുതലായപ്പോൾ അത് മാത്രം ഒന്ന് കുടിച്ചെടുത്തിട്ടുള്ളൂ ഇനി കേട്ടോ. ഇതൊന്നും ഞാനൊരു ഫംഗ്ഷന് പോകാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതൊന്നും ഇല്ല കേട്ടോ. ഡെയിലി വെയർ ആയിട്ട് എങ്ങോട്ടെങ്കിലും പോകുമ്പോഴൊക്കെ ഇടാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. അപ്പൊ അടുക്ക് സ്കൂൾക്കൊക്കെ വേണമെങ്കിൽ ഇടാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചത് ഇനി കേട്ടോ. അടുത്തതാണ് ഞമ്മക്ക് വാങ്ങിയിട്ടുള്ള ഡ്രസ്സ് കേട്ടോ. എൻ്റെ അസിസ്റ്റന്റിന്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ക്യാമറമ്മക്ക് ഇടക്ക് തൊട്ടും തലോടിയും ഞാൻ അങ്ങനെയൊക്കെ ചെയ്യണത് കണ്ടിട്ട് അതേപോലെയൊക്കെ അനുകരിക്കുന്നുണ്ട്. അതിന്റെ അനുകരണ ആണ് ഭൂമി കുലുക്കാൻ പോലെ ഇടക്കിന്റെ ഫോണൊക്കെ ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കണത് കേട്ടോ. അപ്പൊ ഇത് ഫ്ലിപ്പിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ള ഒരു ഡ്രസ്സാണ്. 830 രൂപക്കാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇങ്ങനെ സീക്വൻസും അതേപോലെ തന്നെ ത്രെഡൊക്കെയാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതുപോലെ ആ ഫോട്ടോയിൽ കണ്ടില്ലേ എന്തൊരു ഭംഗി, ആ ഭംഗി കണ്ടാണ് ഞാൻ എടുത്തത്. പക്ഷെ വീഡിയോയിൽ കാട്ടിലൊരു ഇത്തിരിയും കൂടി കളർ ഇതിനുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു കളറും പിന്നെ അതേപോലെ തന്നെ ഈ വർക്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ നെക്കിന്റെ അവിടെ ഇങ്ങനെ നല്ല അടിപൊളി ഡിസൈൻ, അതേപോലെ തന്നെ ആ ഒരു വർക്ക് ഇങ്ങനെ 2 കൈയിന്റെ അറ്റത്തും അതേപോലെ പാന്റിന്റെ അറ്റത്തും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം കണ്ടോലൊക്കെ എല്ലാരും പറഞ്ഞു 830 രൂപക്ക് എന്തായാലും നല്ല അടിപൊളി ഡ്രസ്സാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാരും. അപ്പൊ പിന്നെ ഞാനത് റിട്ടേൺ അടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ പാന്റ് ഇതേപോലെ തന്നെ ഒരു ഭാഗത്ത്
അലാസ്റ്റിക് ഒക്കെ ആയിട്ടാണ് വരുന്നത്. എനിക്ക് കുറച്ച് ഏറിനു, പക്ഷെ ഞാൻ ഒരു സൈഡ് ഇങ്ങനെ മടക്കി അടിച്ച് സെറ്റാക്കി എടുത്തിട്ടാണ് കേട്ടോ. ഞാൻ ലാർജ് ആണ് കേട്ടോ എടുത്തിനത്. എനിക്ക് ശരിക്കും മീഡിയം മതി, പക്ഷെ മീഡിയം ആകുമ്പോൾ ചിലപ്പോൾ എല്ലാ സ്ഥലത്തും ഒരുപോലെ എന്താ പറയാ നമുക്ക് ഷേപ്പായി കിട്ടൂല. അപ്പൊ പിന്നെ ഞാൻ ലാർജ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി എടുക്കാണ്ട് ചെയ്തിട്ടുണ്ടായിനത്. പിന്നെ ഇതാണ് അതിന്റെ ഷോള് മറ്റേ എന്താ പറയാ പട്ടു സാരീന്റെ ഒക്കെ ആ ഒരു ഇതില് ആ ഒരു രീതിയിലാണ് കേട്ടോ. പക്ഷെ പാന്റിനും ചുരിദാറിനെയും അപേക്ഷിച്ച് ഷാൾ ഒരു ഇത്തിരി മോശം എന്ന് പറയാനില്ല, പക്ഷെ 130 രൂപക്ക് എന്തായാലും വർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇനിയിപ്പോ തലയിലിട്ടാലും അവിടെ നിൽക്കും, അങ്ങനെ അങ്ങനെ നിലയിച്ച് കാണുന്നില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു വൺ സൈഡ് കുത്തിയിട്ട് മഫ്ത ചുറ്റിയിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഇടാം. ഞാൻ അതിനുള്ള മഫ്ത ചുറ്റിയിടാനുള്ള ഷാളൊക്കെ വാങ്ങി വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പൊ ഞാനതൊന്ന് ഇട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ഞാനത് ഇട്ട് വന്നപ്പോഴേക്കും മഴയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ പിന്നെ ഞാനത് ജസ്റ്റ് എന്താ ഇനി ഞാനപ്പോൾ എനിക്ക് ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ കുഞ്ഞുട്ടിക്കും അജുവിനും ഓൺലൈൻ പർച്ചേസിങ് ഓൽക്ക് അത്ര കണ്ട് ഇഷ്ടമായിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൽക്ക് ഓൺലൈനിൽ വാങ്ങിച്ചിട്ടില്ല, ഓൽക്ക് ഓഫ്ലൈൻ മതി എന്ന് പറഞ്ഞിട്ടുണ്ടേനി. അങ്ങനെ ഓൽക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ ഇപ്പം ഞങ്ങൾ ഓഫ്ലൈന് ശിക്കാറ് പോയിട്ടുണ്ടായിനി അത് കേട്ടോ. അപ്പോൾ അതാ ഓൽക്ക് രണ്ടാക്കും ഓരോ ഷർട്ടാണ് എടുത്തിട്ടുണ്ടായിനി. പാൻറ് പിന്നെ ഓൽക്ക് ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് വേണ്ട പറഞ്ഞാണ്ട് അങ്ങനെ രണ്ടാക്കും ഓരോ ഷർട്ട് എടുത്തിട്ടുണ്ടായിനി. അജുവിൻ്റെ ഷർട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. പക്ഷേങ്കില് വെള്ള കളറാ, തിരുമ്പാൻ ഞാൻ കുറച്ച് മെനക്കെടും. അപ്പോൾ അത് രണ്ടുമാണ് ഓൽക്ക് എടുത്തിട്ടുണ്ടായിനിയത് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഓൺലൈനിൽ എടുത്തത് കൊണ്ട് അത് മതി, പിന്നെ എടുത്തിട്ടൊന്നും ഉണ്ടായിട്ടുണ്ടായിനില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇന്നലെ പോയപ്പോൾ എടുത്തിട്ടുണ്ടായിനിയത് പിന്നെ ചെരുപ്പുകളാണ് കേട്ടോ. അതൊന്നും ഓൺലൈനിൽ അല്ല, ഓഫ്ലൈനിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ കുട്ടിക്ക് ലേറ്റ് കത്തുന്ന ചെരുപ്പും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിനി കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ അടുത്തൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഡ്രസ്സ് എടുത്തത്. ഇന്റെ ഡ്രസ്സ് ഞാൻ അപ്പടാന്ന് വിചാരിച്ചിട്ടാണ് ഇതുവരെ ഇടാതെ അങ്ങനെ എടുത്ത് വെച്ചിരിക്കണത് കേട്ടോ. പിന്നെ നീക്കുട്ടിന്റെയും സേനക്കുട്ടൻ്റെ അതൊക്കെ ഇട്ടിട്ടുണ്ടേനു ഡ്രസ്സ്. അപ്പൊ ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ. പിന്നെ അപ്പൊ ചെരുപ്പും ഒക്കെ പറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ കുറേ ആ ഒരു വർഷം ഞങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, എല്ലാം പിശുക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും പറ്റ കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചെരുപ്പ്. അപ്പൊ അതിങ്ങനെ ആയതുകൊണ്ടാണ് ഇപ്പൊ എല്ലാവർക്കും പുതിയതൊക്കെ ഒന്ന് വാങ്ങി. ഇതിന്റെ ചെരുപ്പ് എങ്ങനെയുണ്ട്? ഈ ചെരുപ്പ് ഉണ്ടല്ലോ, കുറച്ച് ദിവസം മുമ്പ് ഞാനും എൻ്റെ മുത്തച്ചിയും അവിടെ പോയിട്ടുണ്ടായിനി കേട്ടോ. ഞങ്ങള് ഷോപ്പിങ്ങിന് പോയതൊന്നല്ല, ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോയപ്പോൾ വന്നപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്ഥിരം ചെരുപ്പൊക്കെ വാങ്ങാൻ കയറുന്ന ഒരു കടയിൽ കയറിയപ്പോൾ എനിക്ക് ഈ ചെരുപ്പ് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിനി കേട്ടോ. അന്ന് ഞാൻ താത്താനെ ഇത് എടുക്കാൻ കുറേ ഘടിപ്പിച്ചു, പക്ഷെ താത്താക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. താത്ത എൻ്റെ കാൽമ കിട്ടാ ഭംഗി ഉണ്ടാവും, ഏജ് വാങ്ങിക്കോ, എൻ്റെ മെലിഞ്ഞ കാലാണ്, എൻ്റെ തടിച്ച കാൽമക്ക് ഇത് ഭംഗി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് താത്ത അന്ന് എടുത്തില്ല കേട്ടോ. പക്ഷെ അന്ന് എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ അങ്ങനെ വെച്ചതേനി കേട്ടോ. കണ്ടിട്ട് ഞാൻ എടുത്തില്ല കേട്ടോ, കാരണം ഞാൻ അന്ന് ചെരുപ്പ് വാങ്ങാനൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ കണക്കാക്കിയുള്ള പൈസ ഇന്നതിന് എന്നുള്ളതിന് അങ്ങനെ ആ ഒരു രീതിയിലാണ് കൊണ്ടുപോകുക. അപ്പൊ അന്ന് ഞാനത് വാങ്ങിച്ചിട്ടുണ്ടായില്ല കേട്ടോ. അപ്പൊ ഞാൻ ഇപ്പൊ ചെന്നപ്പോ കടയിൽ അതേ സെയിം സാധനമാണ്, ഇനി അതിന്റെ ആ ഒരു ഡിസൈൻ വേറെ വന്നതാന്നറിയില്ല. അത് കണ്ടപ്പോ അപ്പൊ തന്നെ എടുത്തു കേട്ടോ. പിന്നെ നീക്കുട്ടിക്ക് ലേറ്റ് എത്തണ ലെതറിന്റെ ഷൂ ഒക്കെ എടുത്തത് കേട്ടോ. പിന്നെ ദാജിക്കുട്ടന്റെ ചെരുപ്പ്, നീക്കുട്ടിന്റെ ലെതറൊക്കെ ലെതർ അങ്ങനെ അധികം എടുക്കലെന്നല്ല കേട്ടോ ഞാൻ, കാരണം ലെതറൊക്കെ 2 ദിവസം കൊണ്ട് വെള്ളം നനച്ചുമ്പോൾ അതറാക്കി തരുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇന്ന് പോക്ക ലെതർ കണ്ടപ്പോ ഇഷ്ടമായപ്പോ പിന്നെ അങ്ങനെ അനാവശ്യ വാശികൾക്കൊക്കെ വളം വെച്ചു കൊടുക്കുക ഇപ്പച്ചിയാണ് കേട്ടോ. അപ്പൊ ഇപ്പച്ചിയാണ് നോളെ ഇഷ്ടല്ലേ അത് എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതേനി കേട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് മൂന്നാൾക്കും ചെരുപ്പൊക്കെ സെറ്റ് ആയിട്ടുണ്ടേനി കേട്ടോ. പിന്നെ സെനിക്കുട്ടനെ ഞാൻ മുമ്പ് പോയപ്പോൾ എടുത്തിട്ടുണ്ടായിനി കേട്ടോ ചെരുപ്പ്, അതുകൊണ്ട് സെനിക്കുട്ടനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതേപോലെ തന്നെ കുഞ്ഞുട്ടിക്ക് ഞങ്ങൾ പോയ കടയിലൊന്നും അങ്ങനെ സെറ്റ് ആയിട്ടില്ല ചെരുപ്പ്. അപ്പൊ ഇനി പിന്നീട് വാങ്ങിക്കാം എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ ഞങ്ങൾ പോരാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിനിയത്. ഞാനിങ്ങനെ എന്തെങ്കിലും കല്യാണോ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോണ്ടല്ലോ ഒറ്റയടിക്ക് എല്ലാ സാധനങ്ങളും അങ്ങോട്ട് വാങ്ങിക്കണതിന് പകരം അതിൻ്റെ ഒരു 2 മാസം മുന്നേ തന്നെ ഓരോരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ വാങ്ങിച്ചു തുടങ്ങും കേട്ടോ. കാരണം അതാകുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് കൊണ്ട് പൈസ ചെലവാക്കേണ്ടിയും വരൂല. എന്നാ പിന്നെ എന്താ പറയാ, ഓരോന്നോരോന്ന്
സാവധാനം ഇങ്ങനെ വാങ്ങി ഒപ്പിച്ച് വന്നാൽ മതിയല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പൊ കുട്ടിക്കുള്ള ഡ്രസ്സൊക്കെ പിന്നെ ഡെയിലി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായത്. കാരണം ഡ്രസ്സൊക്കെ എന്താ കുറേ ആയിട്ട് ഇപ്പൊ ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുക്കാത്തതുകൊണ്ട് എല്ലാം നാശമായിട്ടുണ്ടായിന്. അപ്പൊ അങ്ങനെ വാങ്ങിച്ചതേനി കേട്ടോ. അപ്പൊ അതൊക്കെ ഇനി നമ്മൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പർച്ചേസ് ചെയ്ത കാര്യങ്ങൾ കേട്ടോ. അപ്പൊ ഓൺലൈനായിട്ട് ഞാൻ വാങ്ങിച്ചതിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും. ബൈ.